തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ പുതുതായി സജ്ജമാക്കിയ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വിജ്ഞാന കേന്ദ്രം ഒരുക്കിയത്. തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ അത്യാധുനിക രീതിയിലുള്ള നോളജ് റിപ്പോസിറ്ററി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS സ്വാഗതം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഉത്തരകൊലക്കേസ്, ഷാരോൺ വധക്കേസ്, കൂടത്തായി കേസ് ഇങ്ങനെയുള്ള പ്രധാന കേസുകളുടെ പരിശോധന നടത്തിയ സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. GCMS പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇവിടെ ലഭ്യമാക്കിയതും പുതിയ ഡിസ്റ്റിലറി ഡിവിഷൻ സ്ഥാപിച്ചതും പുതുതായി 8 സയന്റിഫിക് ഓഫീസർ തസ്തികകൾ ഇവിടെ അനുവദിച്ചതുമൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യപ്പെടുന്നത്. പോലീസിനെ ആധുനികവൽക്കരിക്കുക, സേനാംഗങ്ങളുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വിജ്ഞാന കേന്ദ്രം ഒരുക്കിയത്. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പ്രൊഫഷണലായി വികസനത്തിനും ആവശ്യമായ ഗവേഷണ പരിശീലന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. നിയമപുസ്തകങ്ങൾ, മാനുവലുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, പ്രധാന കേസുകളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ വിവരശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. നിയമപരമായ മാനുവലുകൾക്കും പോലീസ് നടപടിക്രമങ്ങൾക്കുമായി പ്രത്യേക ലൈബ്രറി വിഭാഗം തന്നെയുണ്ട്. പഴയ കേസുകൾ പഠിക്കാനും കുറ്റകൃത്യങ്ങളുടെ രീതികൾ വിശകലനം ചെയ്ത് പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്ന റിസർച്ച് ആൻഡ് റഫറൻസ് വിഭാഗവും ഇതിന്റെ പ്രത്യേകതയാണ്. പരിശീലന മൊഡ്യൂളുകൾ, റഫറൻസ് ഗൈഡുകൾ, വർക്ക്ഷോപ്പുകൾക്കും ചർച്ചകൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങൾ എന്നിവയും സെന്ററിലുണ്ട്. ചിത്രരേഖകൾ, പ്രധാന കേസ് ഫയലുകൾ തുടങ്ങിയവ വരുംകാല ഗവേഷണങ്ങൾക്കും നയരൂപീകരണത്തിനുമായി സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ആർക്കൈവൽ വിഭാഗവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്കിടയിൽ അറിവ് പങ്കുവയ്ക്കാനും നൂതനമായ പോലീസ് രീതികളെ കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള പൊതു ഇടമായി നോളജ് റിപ്പോസിറ്ററി സെന്റർ പ്രവർത്തിക്കും. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര GH IPS, കൂത്തുപറമ്പ് ACP ആസാദ് MP, സജേഷ് വാഴവളപ്പിൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333.